മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. കസ്റ്റഡിക്ക് ശേഷമാകും ജാമ്യാപേക്ഷ പരിഗണിക്കുക. രാഹുലിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഇന്ന് കോടതി പരിഗണിച്ചില്ല. 3 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം 16-ാം തീയതി അപേക്ഷ പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. കസ്റ്റഡിയിൽ ലഭിച്ചതോടെ രാഹുലുമായി ഉടൻ പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് ആരംഭിക്കും. പീഡനം നടന്ന പത്തനംതിട്ടയിലെ ഹോട്ടലിലടക്കം രാഹുലിനെ എത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ചൊവ്വാഴ്ച ഇന്ന് കോടതി ചേരുകയും രാഹുലിന്റെ കേസ് ആദ്യം തന്നെ വിളിക്കുകയും ചെയ്യുകയായിരുന്നു. അറസ്റ്റും കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളും നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്നും കസ്റ്റഡിയിൽ വിടരുതെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കണമെന്നും പാലക്കാട് കൊണ്ടുപോയി തെളിവ് ശേഖരണം നടത്തണമെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാഹുലിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ജനുവരി 15-ന് വൈകിട്ട് ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. പത്തനംതിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിടുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. 15-ന് വൈകിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവല്ല കോടതിയുടേതാണ് ഈ നടപടി. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് SIT കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. രാഹുലിനെ ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോഴും തിരിച്ചുപോയപ്പോഴും ഒക്കെ കനത്ത പ്രതിഷേധമാണ് വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും മുൻപ് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം ഇന്ന് മുന്നോട്ട് വെച്ചത്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും പ്രതിഭാഗം വാദിച്ചു. പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ്. മൊഴിയെടുത്താൽ 3 ദിവസത്തിനകം ഒപ്പിടണമെന്നത് പാലിച്ചില്ല. കേസെടുത്തത് പോലും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തുടങ്ങിയ വാദങ്ങളാണ് പ്രതിഭാഗം ഉയർത്തിയത്. ചട്ടം ലംഘിച്ചാണ് പരാതി സ്വീകരിച്ചതെന്ന് അവർ ആരോപിച്ചു. അറസ്റ്റിനുള്ള കാരണങ്ങൾ പ്രതിയെ ബോധ്യപ്പെടുത്താനായില്ല. ഭരണഘടനാ അവകാശ ലംഘനം ഉണ്ടായി എന്നതും രാഹുലിന്റെ അഭിഭാഷകൻ ഈ വാദത്തിൽ ചൂണ്ടിക്കാട്ടി. സാക്ഷികൾ വേണമെന്ന മിനിമം കാര്യങ്ങൾ പോലും പാലിച്ചില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. അറസ്റ്റ് നോട്ടീസിൽ ഒപ്പിടാത്തത് എന്തുകൊണ്ടെന്ന് കോടതി അപ്പോൾ ചോദിച്ചു. 2 സാക്ഷികളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന ചട്ടം പാലിച്ചില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസ് എന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. ആ വാദം ആവർത്തിക്കുകയാണ് അവർ ഇന്ന് കോടതിയിൽ ചെയ്തത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും തന്നെ കൊണ്ടുനടന്ന് പ്രദർശിപ്പിക്കാൻ ആണ് ശ്രമം എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ രാഹുലിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യ സമയം കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അത് വളരെ ധൃതി പിടിച്ചുള്ള അറസ്റ്റാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളും പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഈ മറ്റ് 2 കേസുകളിൽ കിട്ടിയ അനുകൂലമായ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ആ ഒരു സാഹചര്യത്തിലാണ് മൂന്നാമതൊരു കേസ് വരുന്നത്. കണ്ടുകിട്ടാനായി തെളിവുകൾ ഇല്ല എന്നും മെനഞ്ഞെടുത്ത കഥയാണ് തുടങ്ങിയ വാദങ്ങളാണ്, വളരെ ശക്തമായ വാദങ്ങളാണ് പ്രതിഭാഗം കോടതിയിൽ അവതരിപ്പിച്ചത്. അതേസമയം പ്രോസിക്യൂഷൻ ഇലക്ട്രോണിക് വസ്തുക്കൾ കണ്ടെടുക്കാനുണ്ട് എന്ന് കോടതിയെ അറിയിച്ചു. പാലക്കാട് കൊണ്ടുപോയി തെളിവെടുക്കണമെന്നും 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് കോടതി രാഹുലിനെ 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ് രാഹുലിനെ ആദ്യം കൊണ്ടുപോയത്. കസ്റ്റഡിയിൽ ലഭിച്ചതോടെ രാഹുലുമായി ഉടൻ ഇനി അന്വേഷണ സംഘം തെളിവെടുപ്പുകൾ നടത്തും. പീഡനം നടന്ന പത്തനംതിട്ടയിലെ ഹോട്ടലിലടക്കം രാഹുലിനെ എത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ VM സുധീരൻ ഇന്ന് രംഗത്ത് വന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് രാഹുൽ എത്തിയത് ഉമ്മൻചാണ്ടിയുടെ തീരുമാനപ്രകാരം അല്ലായിരുന്നു. അധ്യക്ഷനാക്കാൻ ഉമ്മൻചാണ്ടിയെ പോലും മറികടന്ന് തീരുമാനമെടുക്കുകയായിരുന്നു എന്നതാണ് VM സുധീരൻ ചൂണ്ടിക്കാട്ടിയത്. ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച JS അഖിലിനെ അധ്യക്ഷനാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നു എന്നും VM സുധീരൻ ചൂണ്ടിക്കാട്ടി. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥാനത്ത് വരിക എന്നുള്ളതല്ല, പദവിയിൽ എത്തുക എന്നുള്ളതല്ല. ആ പദവി എങ്ങനെ ഫലപ്രദമായി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി താൻ ഏതൊരു വിഭാഗത്തെയാണ് പ്രതികരിക്കുന്നത്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഈ വളരെ പ്രിയപ്പെട്ട ആളാണ്
അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി തന്നെ സുപ്രധാനമായ ഒരു പദവിയിലേക്ക് നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും എന്താണ് എങ്ങനെയൊക്കെയാണ് രാഹുലിനെ പാർട്ടി വളർത്തിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ വളർത്തിക്കൊണ്ടുവന്നതെന്ന് സൂചിപ്പിക്കുകയായിരുന്നു വി എം സുധീരൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജ്യ കോൺഗ്രസ് ആവശ്യപ്പെടില്ലെന്ന് അതേസമയം മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ധാർമ്മികതയുള്ളവരെ അതൊക്കെ ചെയ്യുകയുള്ളൂ, രാഹുൽ അത് ചെയ്യില്ല എന്നും എം പി രാജേഷ് ഇന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ വ്യാപക സൈബർ ആക്രമണം നടന്നുവരുന്നു. അതിലാണ് നേരത്തെ അതിജീവിത ഉൾപ്പെടെ ഇടപെട്ട് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും അതിൽ ശക്തമായ നടപടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ആദ്യ പരാതിക്കാരിയെ അവരുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ പുറത്തുവിട്ട് അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയായിരുന്നു. രണ്ടാമത്തേത് വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്ന് പറഞ്ഞ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അപഹസിക്കുന്നത് നമ്മൾ കണ്ടു. മൂന്നാമത്തെ അതിജീവിതയെയും ഇതേ രീതിയിൽ വേട്ടയാടുകയാണ്. എന്തായാലും കൂടുതൽ പേരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് മാത്രമേ ഈ അമിതാവേശം ഇടയാക്കൂ എന്നത് ഇനിയും മനസ്സിലാക്കുന്നില്ല ഇവർ എന്നതേ പറയാനുള്ളൂ. ധാർമ്മികതയോ ലേശം ഉളുപ്പോ ഉണ്ടെങ്കിൽ ഒരാളും ജനപ്രതിനിധിയായി ഇങ്ങനെ കടിച്ചു തൂങ്ങില്ല അല്ലേ? അണികളെ ഉപയോഗിച്ച് അതിജീവിതമാരെ അധിക്ഷേപിച്ചും പ്രതിഷേധക്കാരെ ഇപ്പോഴും ഹൂ കെയേഴ്സ് എന്ന രീതിയിൽ വളിച്ച ചിരിയുമായി നേരിടുന്ന വ്യക്തി തന്റേത് എത്ര മോശം വ്യക്തിത്വമാണെന്ന് വിളിച്ചു പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.